നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാർ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ ആക്രമിച്ച സംഭവം അത് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണവുമായി എ ഡി ജി പി ശ്രമിച്ചു എന്ന ആരോപണം ഒരു വശത്ത്, അന്വേഷണമൊക്കെ പുരോഗമിച്ച് ഒടുവിൽ ഇപ്പോൾ സസ്പെൻഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ? ഒരു എ ഡി ജി പി ആണ് അദ്ദേഹം, ഇത്തരത്തിൽ അട്ടിമറിക്ക് ശ്രമിക്കുന്നു, അങ്ങനെ ഇപ്പോൾ അത് വേറെ സർക്കാർ വന്നപ്പോൾ നടപടി നേരിടേണ്ടി വരുന്നു, ഡി ജി പി ആയിട്ടിരിക്കാൻ സ്ഥാനക്കയറ്റം കയറാനിരുന്ന വ്യക്തിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ വിഷയത്തെ ആകെ ഒന്ന് വിലയിരുത്തുന്നത്? ഒരു മഹാമേരുവിൻ്റെ പതനം പോലെയാണ് അത് വായിച്ചെടുക്കേണ്ടത്. കാരണം ഇപ്പോൾ വിവാദങ്ങളുടെ നായകൻ തന്നെയായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ പതനം സംഭവിച്ചിരിക്കുന്നത്. എപ്പോഴും എവിടെയും ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ വിവാദത്തിൽ പോലും ഒരു കുലക്കവും സംഭവിക്കാതെ നിന്നിരുന്ന അദ്ദേഹത്തിന് ഇപ്പോൾ ഞാൻ ചേട്ടന്റെ കോള് കട്ട് ചെയ്തെടുത്തത് പുല്ലി. അല്ല, അത് ഞാൻ കാർഡിടാൻ വിളിച്ചത്. വന്ന് ഓക്കെ ആ മഹാദേവന്റെ ആദ്യം തൊട്ട് പറയാം. ഓക്കെ, നൽകാം. നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാർ കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച സംഭവം, അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു. മാത്രമല്ല, അതിൽ അട്ടിമറിക്ക് ശ്രമിച്ചു, അതും എ ഡി ജി പി അജിത് കുമാർ അതിൽ ഇടപെട്ടു എന്ന ആരോപണം ഒക്കെ അദ്ദേഹം നേരിടുകയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടപടിയിലേക്ക് എത്തിയിരിക്കുകയാണ്, സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതും പുതിയ സർക്കാർ, വേറെ സർക്കാർ വന്നിട്ടാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഡി ജി പി റാങ്കിലേക്ക് കയറാനുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ എങ്ങനെയാണ് ആകെ മൊത്തം ഈ ഒരു വിഷയത്തെ അങ്ങ് വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത്. തൃശ്ശൂർ പൂരത്തിൻ്റെ സമയത്തായാലും അതുപോലെ തന്നെ ആലപ്പുഴയിലിട്ട് KSU വിദ്യാർത്ഥികളെ ഗൺമാന്മാർ തല്ലിച്ചതയ്ക്കുന്ന ക്രൂരമായ സംഭവം നടന്ന സമയത്തായാലും പിടിച്ചു നിന്ന വളരെ ശക്തനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ പതനം സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ വീഴാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ അത്യുന്നതങ്ങളിൽ ഉന്നതമായ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് നമുക്കെല്ലാം തോന്നിപ്പോവുകയുണ്ടായി. ഇപ്പോൾ ഒരു മഹാമേരു നിലം പൊത്തുന്നത് പോലെ അദ്ദേഹം നിലം പൊത്തിയിരിക്കുന്നു. വൻ വൃക്ഷം, ഒരു വടവൃക്ഷം നിലം പൊത്തുന്നത് പോലെ. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇതുകൊണ്ട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത്, കഴിഞ്ഞ ദിവസം KSUവിൻ്റെ ചില വിദ്യാർത്ഥികൾ, നേതാക്കൾ തന്നെ, സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആഭ്യന്തരമന്ത്രി VD സതീശനുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ അവരുന്നയിച്ച വിഷയം, അവർ പരസ്യമായിട്ട് നേരത്തെ ഉന്നയിച്ച വിഷയം തന്നെയാണ്. അതായത് പ്ലീഡർമാരായിട്ട് കോൺഗ്രസിൻ്റെ ശത്രുക്കളായിരുന്ന ചിലരെ, അതൊരു BJP ആവാം, അല്ലെങ്കിൽ CPM ആവാം, അങ്ങനെയുള്ള ചില ആൾക്കാർക്ക് പദവി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് തെറ്റായ നടപടിക്രമമാണ്. ഈ ADP അജിത് കുമാർ കേസിലും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് എന്നുള്ളതാണ് അവരുന്നയിച്ച പരാതി. എന്ന് മാത്രമല്ല, ഇവരിൽ പലരും പഠിച്ചത് കേരള ലോ അക്കാഡമി എന്ന പേരുക്കടയിലെ സ്ഥാപനത്തിലാണ്. ഈ പേരുക്കടയിലെ സ്ഥാപനം എനിക്കറിയാവുന്നതാണ്. കാരണം അത് ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്തിന് വളരെ അടുത്താണ്. അച്ചടക്കമില്ലായ്മയുടെ ഒരു കേദാരമായിരുന്നു അത്. നിലവാരത്തിൻ്റെ കാര്യത്തെപ്പറ്റി എനിക്ക് അത്ര വലിയ ബോധ്യമൊന്നുമില്ല. കാരണം എൻ്റെ പല സഹപ്രവർത്തകരും ഈവനിങ് കോഴ്സിന് അവിടെ പഠിച്ചിട്ടുണ്ട്. നിലവാരത്തെ പറ്റി വളരെ മോശമായിട്ടാണ് അവരെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാം. റെഗുലർ ക്ലാസ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനത്തിൽ KSUവിനെ വളരാൻ അനുവദിക്കാതിരുന്ന പ്രസ്ഥാനമാണ് സഭ. അതിൻ്റെ ആൾക്കാരെ നിങ്ങളിവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ പ്ലീഡർമാരാക്കുന്നു. തെറ്റായ നടപടിയാണ്. ഇത് ആദ്യം ഇവർ പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ VD സതീശൻ തുടർന്നു വന്ന പത്രസമ്മേളനത്തിൽ, വീക്കിലി പത്രസമ്മേളനം ഉണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ, മന്ത്രിസഭാ യോഗത്തിന് ശേഷം
അതിൽ അദ്ദേഹം ചോദിച്ചത് KSUവിന് എന്താ ഇത് കാര്യം, ഈ നിയമനത്തിൽ നിയമവകുപ്പല്ലേ ഇത് നടപ്പാക്കുന്നത് എന്നാണ് അദ്ദേഹം ഒരു രൂക്ഷമായ ഭാഷയിൽ ചോദിച്ചത്. ഒരു KSUക്കാരനായിട്ട് വളർന്നു വന്ന അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് എനിക്കും വലിയൊരു അത്ഭുതമായിട്ട് തോന്നി. KSUവിനെന്നല്ല, കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഗവൺമെൻറ് എടുക്കുന്ന എല്ലാ നടപടികളിലും കാര്യമുണ്ട്. അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്പിരിറ്റിന് വിരുദ്ധമായ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്യങ്ങൾ. ഒരു പക്ഷേ അദ്ദേഹം അതായിരിക്കില്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം സതീശനെ കണ്ട ശേഷം ഈ KSU നേതാക്കൾ ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ്, ഞങ്ങൾ സംസാരിച്ചു, ഈ പ്രോസിക്യൂട്ടറുള്ള പ്ലീഡർമാരെ മാറ്റുമെന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് അദ്ദേഹത്തിൽ എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ ഈ പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ അജിത് കുമാർ എന്ന് പറയുന്ന ആളിനെ ഇതുപോലെ ശിക്ഷിക്കുക എന്നുള്ളതായിരുന്നു. ആ ഒരു ഉറപ്പ് അന്നേ അവർക്ക് ലഭിച്ചിരുന്നു. അതിപ്പോൾ സതീശൻ നടപ്പാക്കിയിട്ടില്ല. ആഭ്യന്തരമന്ത്രി തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയാണ്, എങ്കിലും അത് നടപ്പായിരിക്കുന്നു. അത് ഇവർ രണ്ടിലാരായാലും ചെയ്താലും അത് ശരിയായ കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് തൃശ്ശൂരിലെ കാര്യം അവിടെ ഇരിക്കട്ടെ, വേറെ അന്വേഷണം ഉണ്ടല്ലോ അതിന്. ആലപ്പുഴയിൽ നടന്നത് അതിക്രൂരമായിട്ടുള്ള മർദ്ദനം തന്നെയായിരുന്നു. നമ്മളിപ്പോൾ ഡൽഹിയിൽ വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ 100 മടങ്ങ് രൂക്ഷമായിട്ടുള്ള, നമ്മൾക്ക് കണ്ടിരിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള റബ്ബർ കൊണ്ടുള്ള പട്ടികളെ പോലും നമ്മൾ തല്ലാൻ അറയ്ക്കുന്ന രീതിയിലുള്ള തല്ലാണ് തല്ല് തല്ലിയത്. പോലീസുകാരാണ് വാസ്തവത്തിൽ ഈ വിദ്യാർത്ഥികളെ അട്ടിക്കൊള്ളുന്നതിൽ നിന്ന് അവിടെ രക്ഷിച്ച് വലയം പോലെ ചുറ്റി നിൽക്കുന്നു. ഗൺമാന്മാർ 2 എണ്ണം കൂടി വന്നിട്ട് വലിച്ചങ്ങ് അടിക്കുകയാണ്. ഈ ആനയെ കൊണ്ട് തുമ്പിക്കൈ കൊണ്ട് തൂക്കി ചിലപ്പോൾ പാപ്പാന്മാരെ എടുത്ത് തറയിലടിക്കുന്ന മാതിരിയുള്ള അടിയാണ്. ശിക്ഷിക്കപ്പെടേണ്ടതാണ്. സാമാന്യ നീതി, സാമൂഹിക നീതി, യഥാർത്ഥ നീതി അതാണ്. അവിടെ ഇപ്പോൾ ഈ കേസ് വന്നു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ഗൗരവമൊന്നും ആ കേസിനില്ലെന്നാണ് വന്നിരുന്നത്. അതുകൊണ്ട് അവിടെയും എന്താ ഗൗരവം വരാതിരുന്നതിന് പ്രധാനപ്പെട്ട കാര്യം അതിൽ ഈ ADGP അജിത് കുമാർ കാണിച്ച അതിൻ്റെ ഡൈല്യൂഷനാണ്. അതിൽ വെള്ളം ചേർത്തു എന്നുള്ളതാണ് ആ കേസിന് ഗൗരവം വരാതിരിക്കാൻ കാര്യം എന്നുള്ളതാണ് പൊതുവെ കരുതപ്പെട്ടിരിക്കുന്നത്. അവിടെയും വലിയൊരു സ്വാധീനം. കാരണം പിണറായി വിജയന് വേണ്ടി, അന്നത്തെ ആഭ്യന്തരമന്ത്രിക്ക് വേണ്ടി ഇവരെ രക്ഷിക്കാനുള്ള ദൗത്യം കൂടി ഈ സമർത്ഥനായ പോലീസ് ഓഫീസർ ഏറ്റെടുത്തിരുന്നു. അതുകൊണ്ട് കേസിലെ ചില കാര്യങ്ങൾ, കേസ് ഡയറിയിലെ ചില കാര്യങ്ങൾ ഇയാൾ തിരുത്തൽ കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ആ തിരുത്തൽ തീർച്ചയായിട്ടും ഈ അടിയേക്കാൾ ഭയാനകവും മാരകവുമാണ്. അതുകൊണ്ട് ആ സ്ഥാനത്തിരിക്കാൻ ഒരു പോലീസ് ഓഫീസർ യോഗ്യനല്ല. സത്യസന്ധത ഉണ്ടായിരിക്കണം പോലീസ് ഓഫീസർക്ക്. അതുകൊണ്ട് അത് മാറ്റിയത് ആ വിദ്യാർത്ഥികളോട് ചെയ്ത നീതിയാണ്. ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും കുട്ടികളല്ലേ, അവരും ജെൻസി എന്ന് പറഞ്ഞ ഈ ഡൽഹിയിൽ സമരം നടത്തുന്നവരുടെ വിഭാഗത്തിൽപ്പെട്ടവരല്ലേ അല്ലേ? ആ വിഭാഗത്തിൽപ്പെട്ട ആ കുട്ടികളോട് കാണിച്ച ആ നീതിയെക്കുറിച്ച് കേരളത്തിലെ സിനിമാ നടന്മാരുടെയും നടിമാരുടെയും ഒരൊറ്റ മക്കളും പറഞ്ഞില്ല, പ്രസ്താവന നടത്തിയില്ല. അത് കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കാതിരിക്കുന്ന മനുഷ്യത്വമുള്ളവരൊക്കെ പ്രതികരിക്കും. അപ്പോൾ അതിനൊരു ശിക്ഷ കിട്ടണം. ആ ശിക്ഷ അതിനെ ദുർബലമാക്കിക്കൊണ്ട് അതിലെ ഈ ഗൺമാന്മാരെ വെറുതെ വിടുക എന്ന് പറയുന്നത് അതിക്രൂരതയ്ക്ക്, ഭീകരന്മാരെ അവർ കാണിക്കുന്ന അതിക്രൂരതയ്ക്ക് വെറുതെ വിടുന്നത് പോലെ തന്നെയാണ്. ഞാൻ KSUക്കാരനല്ല, കോൺഗ്രസ്സുകാരനുമല്ല. പക്ഷെ സഹിക്കാൻ പറ്റിയില്ല എനിക്കത്. എൻ്റെ കുടുംബത്തിൽ ആർക്കും ആ കാഴ്ച കണ്ടിട്ട് നരാധമന്മാരാൽ ചെയ്യപ്പെടുന്ന നിഷ്ഠുരമായിട്ടൊരു ക്രിയ. അപ്പം അതിൽ വെള്ളം ചേർക്കാൻ ചെന്ന ആളിന് കിട്ടിയ ഈ ശിക്ഷ തീർച്ചയായിട്ടും കേരള സമൂഹം സ്വാഗതം ചെയ്യേണ്ടത് തന്നെയാണ്. ഇത് KSUക്കാർക്ക് സന്തോഷിക്കാനുള്ള അവസരം തന്നെ. നേരത്തെ സ്വപ്ന സുരേഷ് അജിത് കുമാറിനെതിരെ നിരവധി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത് ഈ സ്വർണ്ണക്കടത്തുണ്ടായ സമയത്ത് തന്നെ രക്ഷപ്പെടാൻ സഹായിച്ചവരിൽ ഒരാൾ MR അജിത് കുമാറാണ്. മാത്രമല്ല DGP ആയിട്ട് സ്ഥാനക്കയറ്റം കിട്ടാൻ ആ വ്യക്തിക്ക് യോഗ്യതയില്ല എന്നതടക്കമുള്ള ഒരു പ്രതികരണം സ്വപ്നയുടെ ഭാഗത്ത് നിന്ന് ഈയിടയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. പോലീസുകാരൻ്റെ പണി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതാക്കന്മാർക്കായാലും മന്ത്രിമാർക്കായാലും വിടുപണി ചെയ്യുക എന്നുള്ളതല്ല.
അവരുടെ പോലീസിൻ്റെ അന്തസ്സും ഡിഗ്നിറ്റിയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുകയാണ്. ചിലരുണ്ട് ഇങ്ങനെ മണി അടിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് അത് ഞാൻ കേസ് അത് മാറ്റി തരാം എന്നൊക്കെ പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സോഷ്യൽ ഓർഡറിന്, സാമൂഹിക നീതിക്ക്, ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷന്, ക്രമസമാധാന നിലയ്ക്ക് വലിയൊരു ഭീഷണിയാണ്. ഈ തെറ്റ് ചെയ്ത ഗൺമാന്മാർ വെറുതെ വിടപ്പെടാൻ പാടില്ല ഒരിക്കലും. അപ്പോൾ അതിനകത്ത് വെള്ളം ചേർത്ത പോലീസ് ഓഫീസർ ഔട്ട്. ഒരു സംശയമില്ല, ഇതിപ്പോൾ സസ്പെൻഷനേ ഉള്ളൂ. സസ്പെൻഷനെ കൊണ്ട് കാര്യമില്ല. ഹീ ഷുഡ് നോട്ട് ബി ഏബിൾ ടു ഡിസ്ചാർജ് ഹിസ് ഡ്യൂട്ടി ആസ് എ പോലീസ് ഓഫീസർ. ഏത് IPS കൊമ്പനായാലും ശരി, അതങ്ങനെ തന്നെ വരണം. അത് അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നാണ് പൊതുവെ സംസാരം. അല്ലെങ്കിൽ ഏതും കോടതിയുടെയും മനസ്സലിയിക്കുന്ന ഇത്തരം ക്രൂരമായ കൃത്യം പോലീസിൻ്റെ പോലും മനസ്സലിയിച്ച് പോലീസ് വന്നതാണ് ഈ അടികൊള്ളുന്നതിൽ നിന്ന് അവരെ മാറ്റി നിർത്തുകയാണ്. അവർ വലയം ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഇപ്പോഴത്തെ ഉത്തരവ് വന്നിരിക്കുന്നത് സംസ്ഥാന ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയുടെ ഉത്തരവിലാണ്. അത് വ്യക്തമാക്കിയിട്ടുള്ളത് 1969 അഖിലേന്ത്യാ ചട്ടപ്രകാരമാണ് അജിത് കുമാറിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നത്. ഇനി അച്ചടക്ക നടപടി സ്വീകരിക്കണമെങ്കിൽ അച്ചടക്ക ലംഘനം ഉണ്ടാവണം. അച്ചടക്ക ലംഘനമാണ് അത് പറയുന്നത് അദ്ദേഹം ഈ അന്വേഷണ നടപടികളിൽ നിയമവിരുദ്ധമായി ഇടപെട്ടു എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ കേസ് ഡൈല്യൂട്ട് ചെയ്തുകൊണ്ട് ഗൺമാന്മാരെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തിയെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റം അത് നിലനിൽക്കുന്നതും ആണ്. അപ്പോൾ അതുപോലെ തന്നെ ADGPയുടെ ഓഫീസിലെ 2 പോലീസ് ഉദ്യോഗസ്ഥർ നിരന്തരമായിട്ട്, അദ്ദേഹം നേരിട്ട് വന്നല്ല, ആ 2 ഉദ്യോഗസ്ഥന്മാർ നിരന്തരമായിട്ട് ഇവിടെ വന്ന് കേസിൻ്റെ കാര്യങ്ങൾ ഇടപെട്ടു എന്നാണ് പറയുന്നത്. അതിൽ ഗ്രേഡ് SI ഗിരീഷ്, അതുപോലെ തന്നെ SI ശ്രീകാന്ത്, ഇവരുടെ പേരാണ്, നമുക്കറിയില്ല അതിനെപ്പറ്റി. ഇവർ വഴിയാണ്. അപ്പോൾ അവരുടെ കുറ്റമല്ലത്. അജിത് കുമാർ പറഞ്ഞതനുസരിച്ച് ഇവർ വന്ന് സമ്മർദ്ദം ചെയ്തു. ഇങ്ങനെ ചില ഏറാൻ മൂളികളുണ്ട്. അവർ ചെയ്തത് ശരിയല്ല. നിയമവിരുദ്ധമായിട്ടുള്ള ഒന്ന് തങ്ങളുടെ മേലുദ്യോഗസ്ഥൻ പറഞ്ഞാൽ ചെയ്യുക എന്ന് പറയുന്നത് അത് നിയമവിരുദ്ധമാണ് സർവീസ് ചട്ടപ്രകാരം. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളിൽ റിട്ടേൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കിട്ടാതെ ചെയ്യാൻ പാടില്ല എന്നാണ് പുതിയ സർവീസുകൾ. അങ്ങനെയുള്ള കാര്യങ്ങളിൽ വിവാദമാകാവുന്ന കാര്യങ്ങളിൽ, അല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കമാൻഡ്, ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ അനുസരിച്ചേ പറ്റൂ. അതിന് ഇപ്പോൾ എഴുതി തരണമെന്ന് പറഞ്ഞാൽ ഇത് അവിടെ പോയി അന്വേഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പോയിട്ട് എനിക്ക് ഇത് തരണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. കൊടുക്കേണ്ട കാര്യങ്ങളിൽ എല്ലാത്തിനും നമുക്കിപ്പോൾ കൊടുക്കാൻ പറ്റില്ല ഉത്തരവുകൾ ചില കാര്യങ്ങളിൽ. പക്ഷേ ഇതുപോലുള്ള വിവാദമായിട്ടുള്ള കാര്യങ്ങളിൽ തൻ്റെ സർവീസിൻ്റെ സേവനത്തിൻ്റെയും തൻ്റെ വർക്കിൻ്റെയും ഭാഗമല്ലാതെ വരുന്ന കാര്യങ്ങളിൽ അത് റിട്ടേണായിട്ട് കിട്ടണമെന്നാണ്. ഇപ്പോൾ ഞാൻ പറയാൻ കാര്യം, ഈ 2 പേരും ഇതിനകത്തിപ്പോൾ പെടാനുള്ള സാധ്യതയുണ്ട്. അതായത് ഗ്രേഡ് SI ഗിരീഷും SI ശ്രീകാന്തും കൂടി ഇതിനകത്ത് പെടാനുള്ള സാധ്യതയുണ്ട്. അതായത് ശിവൻ ഭാവിയെ തൊട്ടാൽ ശിവനും ഭാവിയാകുമെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ മൊത്തത്തിൽ ഇത് ഒരു കുഴാമറി കേസായിട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊമോഷനും ഇല്ലാതായി തീരുകയാണ് എന്നുള്ളതും കൂടി നമുക്ക് ഓർക്കണം. ഇതിന്ന് കടന്ന് കയറാൻ ചീഫ് സെക്രട്ടറിയാണിത് പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് സാധാരണഗതിയിൽ ബുദ്ധിമുട്ടായിരിക്കും.